ഗവർണറുടെ സുരക്ഷയിൽ വീഴ്ചയെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഗവർണർക്കെതിരായ SFI അതിക്രമത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. പോലീസ് പ്രതിഷേധക്കാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, നേരത്തെയും കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചിരുന്നു. പ്രധാനമായും ഗവർണറുടെ സുരക്ഷയിൽ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന പോലീസോ യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീണ്ടും കേന്ദ്ര ഇന്റലിജൻസിനോട് റിപ്പോർട്ട് തേടിയത്. ഏതായാലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഇപ്പോഴും തുടരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും രാജീവ്, ഗവർണറുടെ സുരക്ഷയിൽ പാളിച്ചയുണ്ടായി. അതായത് മതിയായ സുരക്ഷ സംസ്ഥാനത്ത് ഗവർണർക്ക് ഏർപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്ന റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. നേരത്തെ SFI നടത്തിയ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാനത്തിനോടും നേരത്തെ ആഭ്യന്തര മന്ത്രാലയത്തിനും ഒക്കെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തുടങ്ങിയത്. ആഭ്യന്തര മന്ത്രാലയം അത്തരത്തിലൊരു റിപ്പോർട്ട് ഇന്റലിജൻസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് ഗവർണർക്ക് മതിയായ സുരക്ഷ ഇല്ല എന്ന് ബോധ്യമായിരിക്കുന്നത്. അതായത് ഈ പോലീസുകാർ തന്നെ ഈ പ്രതിഷേധക്കാർക്ക് സഹായം നൽകുന്ന നിലപാട് സ്വീകരിക്കുന്നു, പ്രതിഷേധക്കാരെ മാറ്റുന്നതിന് തയ്യാറാകുന്നില്ല. പലപ്പോഴും ഗവർണർ സഞ്ചരിക്കുന്ന പാതയടക്കം ഈ പ്രതിഷേധക്കാർക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നു. ഈ ഒരു സാഹചര്യമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഗവർണർക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഗവർണർ രാജ്ഭവനിൽ നിന്നും മുംബൈയിലേക്ക് തിരിക്കുന്ന യാത്രാമധ്യേ ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച് SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റൂട്ട് മാറ്റി ഗവർണറുടെ റൂട്ട് മാറ്റി പോലീസ് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഗവർണർക്ക് എതിരെ ഇത്തരത്തിൽ രൂക്ഷമായ ആക്ഷേപങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർക്കാർ അനുകൂല CPM അനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഇടപെടൽ ഇതിലുണ്ടാകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു ഭയം സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഗവർണർ ഇത്തരത്തിൽ റൂട്ട് മാറ്റി പ്രതിഷേധം ഭയന്ന് റൂട്ട് മാറ്റി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആദ്യം ഇത്തരത്തിൽ ഗവർണർക്കെതിരെ അതിക്രമം ഉണ്ടായ സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറോട് DGP വിശദീകരണം തേടിയിരുന്നു. അന്ന് ഈ പോലീസിലെ ഇടത് സംഘടനകൾ ഈ പ്രതിഷേധക്കാർക്ക് ഗവർണറുടെ റൂട്ട് അടക്കം കൈമാറിയിരുന്നതായാണ് ആക്ഷേപമുയർന്നത്. പക്ഷെ അത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ ഉണ്ടായില്ല. സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് നൽകിയ ഈ റിപ്പോർട്ടിലും ഈ